ദൈവാദിനം പോയ ആള് ജീവനോടെ വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കുടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരെയും കരയ്ക്ക് കയറ്റിയായിരുന്നു. ആ കൂട്ടത്തിൽ ഇവരും ഉണ്ടെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. ഇവരെയും കരയ്ക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ലൈഫ് ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത്. ഞാൻ തന്നെ ഈ ലൈഫ് ഗാർഡ് സർവീസ് ചെയ്തിട്ട് 6 വർഷമായി. ഈ 6 വർഷത്തിൽ 2 വട്ടം ഞാൻ തന്നെ മരിച്ചു കൊണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ആലിയാർക്കം ബീച്ച്, ഇവിടെയൊന്നും ലൈഫ് ഗാർഡുകളില്ല. അനേകം ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ, ഇനിയൊരു മരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിവേദനങ്ങൾ കൊടുത്ത് നാളെ ഇതുവരെ അതിനൊന്നും ഒരു തീർപ്പുണ്ടായില്ല. പക്ഷേ നമസ്കാരം. വർക്കല ബീച്ചിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുകയാണ്. ഇന്നലെ വൈകുന്നേരം അഖിൽ എന്ന പേരുള്ള 21 വയസ്സുള്ള ഒരു MBBS വിദ്യാർത്ഥി, അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി ഇന്നലെ ഇവിടെ കാണാതായി. അദ്ദേഹം അഞ്ചൽ സ്വദേശിയാണ്. ഏറ്റവും ദുഃഖകരമായ വിഷയം, ഈ കുട്ടി ഈ ബീച്ച് സമയം കഴിഞ്ഞിട്ട് പോലും കുളിക്കുന്നത് കണ്ട് ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒരുപാട് പേര് ജീവൻ രക്ഷിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ പറഞ്ഞ് വിലക്കിയതാണ്, ഇനി ഇറങ്ങരുത് പറഞ്ഞാണ്, എങ്കിലും വീണ്ടും ഇറങ്ങി കാണാതായി. ഇവിടെ എന്ത് സംഭവിച്ചെന്നില്ലേ? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഏകദേശം ഒരു 7:30 കൂടിയാണ് ഇവിടുന്ന് ബീച്ചിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ച് കാര്യം അറിയിച്ചത്. എനിക്കൊരു പയ്യൻ മരണപ്പെട്ടു എന്നുള്ളവരെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാവിലെ ഓടി കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം കടലിൻ്റെ അടിയിൽ ഇത്ര വർഷം കൊണ്ട് നമ്മൾ പോയത്, കടലിൽ പോയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്, 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ ഒരാൾ തിരിച്ചു വന്നിട്ട് അറിയത്തില്ല. ജീവിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം, ജീവനോടെ വരട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ അത് പ്രകാരം 7 മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട ഞങ്ങളുടെ ടീമിനോട് എല്ലാവരും അതിരാവിലെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 6 മണി 6:15 കൂടി തന്നെ ബീച്ചിലെത്തുകയും ഞങ്ങളുടെ ഈ റെസ്ക്യൂ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഏകദേശം ഓടയം മാന്ത്ര വരെ ഞങ്ങൾ സെർച്ച് ചെയ്ത് എല്ലാ കല്ലിൻ്റെ ഇടയിലും മുക്കുമൂല ഞങ്ങൾ നോക്കി. കാരണം മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നമ്മൾ അവിടെ എല്ലാം സെർച്ച് ചെയ്ത് എന്തായാലും ബോഡി എത്തിയിട്ടില്ല. ബോഡിയാണെങ്കിലും ജീവനാണെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോഴും നമ്മുടെ ലൈഫ് ഗാർഡിൽ ഡ്യൂട്ടിയില്ലാത്ത ആൾക്കാർ മാന്ത്ര കാപ്പിൽ വരെ ഈ മലയുടെ ഭാഗങ്ങളിൽ നമ്മുടെ ലൈഫ് ഗാർഡുകൾ ഇന്നലത്തെ ഡ്യൂട്ടിക്കാരെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളത്തിൽ നമ്മൾ ഇതുവരെ നോക്കി, ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. ആറരയ്ക്ക് സൂര്യാസ്തമയമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികളും ഇതിലുള്ളത് ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ളൊരു ലൈഫ് ഗാർഡൊക്കെ അറിയത്തില്ല. അത് കണ്ടാൽ മാത്രമേ നമുക്ക് അവരെ കണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് ഒറ്റപ്പെട്ട ആളാണ്, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുടിച്ചിരിക്കുന്നിടത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡ് അന്വേഷിക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എണിക്ക ബീച്ച് ലൈഫ് ഗാർഡല്ല, എണിക്ക ബീച്ച് വരെ പോയി അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരെയും കരയ്ക്ക് കയറ്റിയായിരുന്നു. ആ കൂട്ടത്തിൽ ഇവരും ഉണ്ടെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. ഇവരെയും കരയ്ക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ലൈഫ് ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത്. രാത്രി അത് കഴിഞ്ഞ് 7 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതായിട്ട് കൂടെ നിങ്ങൾ താക്കീതെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇറങ്ങി. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവഗണിച്ചിറങ്ങിയതാണ്. കാര്യം അവരുണ്ടോ, കാര്യം ഇത്രയും കൂട്ടത്തിരിക്കുന്നവർ ഇവരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. ഇവരെപ്പോഴാണ് വന്നൊന്നും അറിയാൻ കഴിയില്ല. ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതാണ്. ഒറ്റപ്പെട്ട 1-2 ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവരാണെന്ന് പറയാം. ഇനി ഫോട്ടോ കണ്ടാൽ ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും. കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ വെക്കേഷനായി, ഒരുപാട് ആൾക്കാർ കുളിച്ചിലേക്ക് ആ കൂട്ടത്തിൽ ഇവരുണ്ടായിരിക്കാം. അതിന് അവരുടെ കൂടെയുള്ള പയ്യന്മാരോട് ചോദിച്ചാലേ ഇവർ എത്ര മണിക്ക് വന്നെന്നുള്ളവരെ അറിയാൻ പറ്റത്തുള്ളൂ. അവരെ കാണാൻ പറ്റിയില്ല. മൊത്തത്തിൽ ആൾക്കാരെ ബീച്ചിൽ നിന്ന് അടിച്ച് ക്ലോസ്, സൺസെറ്റ് ആയപ്പോഴത്തെ ബീച്ചിൽ നിന്ന് അടിച്ച് ക്ലോസ് ചെയ്ത് എല്ലാവരെയും പറഞ്ഞു വിട്ട് ബീച്ചിൻ്റെ സമയം കഴിഞ്ഞു. കടൽ വിക്ഷോഭമാണ്, ഇപ്പോൾ സീസൺ കഴിഞ്ഞു, ശക്തമായ അടിയൊഴുക്കാണ്. ഈ സമയത്ത് ഇപ്പോൾ വെക്കേഷനായി, ഒരുപാട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപകടം ഉണ്ടാവാൻ 100% സാധ്യത ഉള്ളതാണ്. പെട്ടെന്ന് ഇറങ്ങുന്നിടത്ത് തന്നെ കൊല്ലം പോലെ ഇപ്പോൾ വളരെ അപകടമായിട്ടുള്ള അവസ്ഥയിലാണ് പതിക്കുന്നത്. കണ്ടറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ കുഴിയാണ്. ആൾ നീന്തറിയാത്ത ആൾക്കാർ അടിയിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അനേകം വാർത്തകൾ പല ചാനലിലും കൊടുത്തിട്ടുണ്ട്. ലൈഫ് ഗാർഡുകൾ നമുക്ക് ഒരു ദിവസം ഒരു സൂപ്പർവൈസറും 12 ലൈഫ് ഗാർഡ് ഒരു ഷിഫ്റ്റ് ജോലി ചെയ്തെടുത്ത് ഇപ്പോൾ 4-5 ലൈഫ് ഗാർഡും ഒരു സൂപ്പർവൈസറും മാത്രമേ ഉള്ളൂ. ഏകദേശം 2 കിലോമീറ്ററോളം ദീർഘമുള്ള ഈ ബീച്ചിലും പിന്നെ തൊട്ടടുത്ത പരിസര പ്രദേശമായ തിരുവമ്പാടി ബീച്ചിലുമാണ് 5 ലൈഫ് ഗാർഡുകൾ ജോലി ചെയ്യുന്നത്. അതിൽ ഒരാൾ എന്തെങ്കിലും കാരണവശാലും വരാൻ പറ്റില്ലെങ്കിൽ അത് 4 ആവും. ആ ദിവസങ്ങളിൽ തിരുവമ്പാടി ആളിനെ വിടാൻ പറ്റത്തില്ല. അങ്ങനെ അനേകം ബുദ്ധിമുട്ട്. എണിക്കൽ ബീച്ച് തൊട്ടടുത്ത്, ഈ അപകടം നടന്നുകൊണ്ട് തൊട്ടടുത്ത ബീച്ച് എണിക്കൽ ബീച്ചാണ്. അതിൻ്റെ അപ്പുറത്ത് ആലിയാർക്കം ബീച്ച്, ഇവിടെയൊന്നും ലൈഫ് ഗാർഡുകളില്ല. അനേകം ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ, ഇനിയൊരു മരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും അനേകം നിവേദനങ്ങൾ കൊടുത്ത് നാളെ ഇതുവരെ അതിനൊന്നും ഒരു തീർപ്പുണ്ടായില്ല. പക്ഷേ ദൈവാദിനം പോയ ആൾ ജീവനോടെ വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഇതുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സാധാരണ അത് ഞാൻ ഏകദേശം 24 വർഷത്തോളം കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ബോഡി നമ്മൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിർഭാഗ്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി മറ്റെവിടെയും ഒരു കല്ലിനിടയിലൊന്നും അകപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സമയമാവുന്ന സമയത്ത് പൂർണ്ണമായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ബോഡി എത്തും, 24 മണിക്കൂർ. പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇനി പുച്ചായി, ഇപ്പോൾ ഈ 1 മണിയോടുകൂടി ഏകദേശം വെള്ളത്തിന് മട്ടം, അതായത് വെള്ളത്തിനൊപ്പം സമൽ ലെവലിൽ നമ്മൾ നോക്കിയാൽ കാണത്തക്ക രീതിയിൽ വെള്ളത്തിൻ്റെ ഒപ്പം. ഇല്ലെങ്കിൽ നമുക്ക് നേരയാൽ നമ്മൾ മുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും, എന്തോ ഒന്ന് ഒഴുകുന്ന കണക്ക് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് വെള്ളത്തിനോട് സമാസമം ലെവലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ശക്തമായിട്ട് നമ്മൾ നല്ല രീതിയിൽ വീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ബോഡി വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ.
ചെറിയ പയ്യനാണ്, 21 വയസ്സുള്ള MBBS സ്റ്റുഡൻ്റ് ആണ്. ഒരുപാട് ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബ്ലാക്ക് ബീച്ചിൽ 20 വയസ്സുള്ള എഞ്ചിനീയർ സ്റ്റുഡൻസ് തമിഴ്നാട് പയ്യൻ ഒരെണ്ണം മരിച്ചായിരുന്നു. അത് 30ഓളം ആൾക്കാരായിട്ട് വന്ന് നിൽക്കുകയായിരുന്നു. ഒരു ലൈഫ് ഗാർഡ് ഒന്നുണ്ടായിരുന്നു. അതിൽ 2-3 ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി തറഫാക്കിയെന്ന് പറഞ്ഞാൽ അതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് മരണം സ്ഥിരീകരിച്ചായിരുന്നു. അതുപോലെ അടുത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അറിവ് ശരിയാണ്, ഏറ്റവും കൂടുതൽ മരണങ്ങൾ എണിക്കൽ, ആലിയിറക്കം, പാവനാശം ബീച്ചിൽ ഇവരുടെ 2 ആഴ്ച മുമ്പായിട്ട് ഇവിടുത്തെ ഒരു കോളേജ് പ്രൊഫസർ മരണപ്പെട്ടായിരുന്നു. കൊല്ലം TKM കോളേജിൽ മരണപ്പെട്ടായി. പക്ഷേ അതൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ അപകടം കാണുകയും ലൈഫ് ഗാർഡിൽ സ്പോട്ടിൽ പോയി പിടിക്കുകയും കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അത് ലൈഫ് ഗാർഡ് ഉള്ളതുകൊണ്ട്. അതേസമയത്ത് ഇല്ലാത്ത മേഖലയിലാണ് നമുക്ക് ഈ ബോഡി ആളെ മരിച്ചെന്ന് പറയുന്ന, മരിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടാത്തൊരു സാഹചര്യം നമുക്ക് 1-2 ദിവസം വൈകേണ്ടി വരുന്ന അതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ലൈഫ് ഗാർഡ് അത് കാണുകയും സമയത്ത് തന്നെ പോയി പിടിക്കുകയും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മരിച്ചെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ലൈഫ് ഗാർഡ് ഉള്ള സ്ഥലത്ത് 4 പേരായിട്ട് പോലും മാക്സിമം നമ്മൾ ഈ കഠിനമായ ചൂടിലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ തൊട്ടടുത്ത ബീച്ചിലാണെങ്കിലും സമയം വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നിട്ട് അത്രയും ഇതായിട്ടാണ് ഞങ്ങൾ രാവിലെ തൊട്ടേ പരിശ്രമം തുടങ്ങുന്നത്. അവിടെ നിന്ന് ഓടി വന്നിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. അതേസമയം നമ്മളിവിടെ ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സഡൻലി റെസ്ക്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് അവിടെ നിന്ന് ഓടി വന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞ ഞാൻ തന്നെ ഒരുപാട് വട്ടങ്ങളിൽ ഓടി വന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൾ മുകളിൽ കണ്ടാൽ മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആൾ താഴ്ന്നു പോകാൻ വേണ്ടി വലിയ സമയമൊന്നും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നുണ്ട്. നമ്മൾ ആളില്ലായ്മ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഗാർഡ് മാത്രമല്ല, നിങ്ങൾക്ക് കാര്യം കാണും ചെയ്തത് ഇതിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത് കേട്ടോ. ഈ സാധനമായിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ പഴക്കം കണ്ട ഈ ഒരു സാധനമായിട്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ രാവിലെ നമ്മൾ ഈ പയനത്തിലേക്ക് പോയത് നമ്മൾ നമുക്ക് സ്പോൺസർ തന്നതാണ്. രക്ഷാപ്രവർത്തനം വേണ്ടി നമുക്ക് സ്പോൺസർ തന്നതാണ്. സർക്കാർ തന്നതല്ല, എഴുതിയിട്ടുണ്ടോ ശിവാക്ക. അപ്പം നമ്മൾ ഈ രാവിലെ ഞാൻ ഇത് കൊടുത്തിട്ടാണ് ഇവിടുന്ന് വെറ്റക്കട വരെ തുഴഞ്ഞു പോയി. ഞാനും നമ്മളെ കൂടുതൽ പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ നേരെ ഈ കല്ലിൻ്റെ പാറയുടെ കൂടെ അങ്ങ് അറ്റം വരെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് പോയി, ഓടയം വരെ പോയി. അപ്പം ഞാൻ ഇതും കൊണ്ടാണ് വെറ്റക്കട വരെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോയി. ഇതും കൊണ്ട് നമ്മൾ വെറ്റക്കട വരെ പോയി തുഴഞ്ഞ് നോക്കിയിട്ടാണ് വന്നത്. ഒരു 11 മണി ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അതായത് നമുക്ക് കല്ലിനിടയിലോ കരയിലോ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതെടുത്തിട്ട് പോയതാണ്. അപ്പം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സാധനമാണ്. നമ്മൾ ഈ റീസെൻ്റ് നമ്മളൊരു തമിഴ് പയ്യൻ മരണപ്പെട്ടു തിരുവമ്പടി ബീച്ചിൽ. ആ പയ്യൻ നമ്മൾ ലൈഫ് ഗാർഡ് ഇതും കൊണ്ടാണ് പോയത്. ഇത് റെസ്ക്യൂ ചെയ്ത സമയത്ത് ആ പയ്യൻ അത് പറയാൻ വിട്ടുപോയതാണ്. ഇത് റെസ്ക്യൂ ചെയ്ത സമയം 3 പ്രാവശ്യം ഇത് പൊട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ മെയിൻ റീസൺ. ഇതൊക്കെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഈ ലൈഫ് ഗാർഡ് സർവീസ് കേട്ടിപ്പോൾ 6 വർഷമായി. ഈ 6 വർഷത്തിൽ 2 വട്ടം ഞാൻ തന്നെ മരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മരിച്ചു എന്ന് കൺഫേം ആക്കിയ സാഹചര്യങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാം സമയത്തിന് വന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം നമ്മൾ ഇതിൻ്റെ ഒറ്റ കുറവാണ്. നമ്മളെ രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ ഈ റെസ്ക്യൂ ഉപകരണത്തിന് ഏറ്റവും വലിയൊരു കുറവ് ഇത് തന്നെയാണ്. പിണറായി സർക്കാർ ഇത് കണ്ണ് തുറന്ന് കാണണം. ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നവരുടെ കയ്യിരിക്കുന്ന സാധനം ഇതാണ്. ഈ സാധനം പൊട്ടിപ്പൊളിഞ്ഞ ഈ സാധനം കൊണ്ടാണ് ഇവർ കിലോമീറ്റർ തുഴഞ്ഞും റെസ്ക്യൂ ചെയ്യുന്നത്. ഇത്ര അവസ്ഥയാണ്. കാരണം മനുഷ്യജീവന് ഇത്ര വില മാത്രമേ സംസ്ഥാന സർക്കാർ കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലവരും കൊടുത്ത ഒരു തോണി, ഒരു കുഞ്ഞു തോണി, ആരോ സ്പോൺസർ ചെയ്തൊരു തോണി, ഈ ഒരു സാധനം ഇതും വച്ചിട്ടാണ് 3 കിലോമീറ്റർ ചുറ്റുള്ള ഈ 2 ഗാർഡുമാർ എന്നൊക്കെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന്, ഇപ്പം വെക്കേഷൻ കൂടിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബീച്ച് കൂടിയാണ് ഇത്. ഇവിടെയാണ് ഈ പറയും പോലെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ വാർത്തയിൽ നമ്മൾ കണ്ടതാണ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ഒരു കാലിലൊന്ന് കാശ് മുടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഗാർഡുകളെ നിയമിക്കാം, ഈ ഗാർഡുകൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കൊടുക്കാം. അതൊന്നും കാണത്തില്ല, ആരും കാണത്തില്ല. എവിടെയൊക്കെ എന്തൊക്കെ കമ്മീഷൻ അടിക്കാൻ പറ്റുമോ ആ ഭാഗത്തേക്ക് നോക്കുന്നതല്ലാതെ കാര്യപ്രസക്തമായ ഒരു കാര്യത്തിന് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധ വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ പരിമിതികൾ വളരെ ഏറെ കൂടുതലാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഒരുപാട് കാലം നമ്മൾ ഇതിൻ്റെ പരിമിതികളെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു കാര്യവും ശരിയായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള സാധനങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ കാലിലൊന്ന് കാശ് മതി ഈ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള കാശിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളിപ്പോൾ കണ്ടതാണ്, ആ പറയുന്ന ഗാർഡുമാരുടെ കയ്യിലൊന്നും ഒരു റെസ്ക്യൂ ഉപകരണങ്ങളുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ 2-3 കിലോമീറ്റർ 2 ഗാർഡ് വരെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ഓടി എത്തുമ്പോഴത്തേക്ക് അവരെ കൈവിട്ട് പോകും കാര്യങ്ങൾ. സർക്കാർ ദയവ് ചെയ്ത് മനുഷ്യജീവൻ്റെ കാര്യമാണ്, ഇതെങ്കിലും ശ്രദ്ധിക്കുക. മലയാളം മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.